ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പോകുന്നത് കൊച്ചി മറൈൻ ഡ്രൈവിനടുത്തുള്ള ബ്രോഡ്വേയിലേക്കാണ് കേട്ടോ. വേറെ ഒന്നിനുമല്ല, ചെറിയൊരു ക്രിസ്മസ് ഷോപ്പിംഗ്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കൊച്ചിക്കാരുടെ മനസ്സിൽ വരുന്ന ഒരു പ്ലേസാണ് ബ്രോഡ്വേ. ഇത് ചെറിയ ചെറിയ റീറ്റെയിലും ഹോൾസെയിലായിട്ടുള്ള ഷോപ്പുകൾ അടങ്ങിയ ഒരു സ്ട്രീറ്റാണ് കേട്ടോ. ഇവിടെ ചീപ്പസ്റ്റ് റേറ്റിന് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ക്രിസ്മസ് സമയത്ത് മാത്രമല്ല, അല്ലാത്തപ്പോഴും ബ്രോഡ്വേ ഒരു തിരക്ക് പിടിച്ച ഏരിയ തന്നെയാണ് കേട്ടോ. സോ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് മേത്തർ ബസാർ സ്ട്രീറ്റിലേക്കാണ് കേട്ടോ. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇതൊരു ചെറിയ സ്ട്രീറ്റ് അല്ല, അതുകൊണ്ട് തന്നെ നടന്നു പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഈ കാണുന്ന ഐറ്റംസിനൊക്കെ വളരെ ചീപ്പസ്റ്റ് റേറ്റേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ മേത്തർ ബസാർ എത്തി. ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റഡ് സ്പോട്ട്, പ്രത്യേകിച്ച് ക്രിസ്മസ് സമയത്ത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് മുതൽ ഹയസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് വരെ നമുക്ക് ഈ മേത്തർ ബസാറിൻ്റെ ഉള്ളിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും കേട്ടോ. ഇവിടെ കാണുന്ന ഈ ഷോപ്പുകളെല്ലാം ഡിഫറെൻറ്റ് പേഴ്സൻ്റെ ഓണർഷിപ്പിലുള്ളതാണ്. അതായത് ഇതെല്ലാം ഒരാൾ നടത്തുന്നതല്ല. സോ അതുകൊണ്ട് തന്നെ ഓരോ ഷോപ്പിലും ചെല്ലുമ്പോഴും നമുക്ക് ഡിഫറെൻറ്റ് റേറ്റിലുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും കാണാനും വാങ്ങാനും സാധിക്കുന്നത് കേട്ടോ. അതുപോലെ ഒരുപാട് യുണീക്ക് ഐറ്റംസൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ക്രിസ്മസ് ഡെക്കേഴ്സ് വെറൈറ്റി ടൈപ്പിലുള്ളതും കാണാനായിട്ട് സാധിക്കും കേട്ടോ. സോ ഞാൻ ഓരോ ഷോപ്പിലും കണ്ടിട്ടുള്ള കുറച്ച് ഡെക്കേഴ്സിൻ്റെ ഒക്കെ ക്ലിപ്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ ഞാൻ ഉൾപ്പെടെയുള്ള കുറേ ആൾക്കാർ. കൊച്ചിക്കാരാണെങ്കിൽ ക്രിസ്മസ് സീസൺ എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ബ്രോഡ്വേ വിസിറ്റ് ചെയ്യാത്തവരുണ്ടാവില്ല. അതെനിക്ക് ഷുവറാണ്. കാരണം ഞാനിവിടെ ഒരുപാട് വർഷമായിട്ട് എറണാകുളത്ത് തന്നെയാണ്. സോ ക്രിസ്മസ് സീസൺ ആയാൽ തന്നെ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ബ്രോഡ്വേയിലേക്ക് വരും കേട്ടോ. പ്രത്യേകിച്ച് ഒന്നും വാങ്ങിയില്ലെങ്കിലും അതിലേ കിടന്ന് ചുമ്മാ ഇങ്ങനെ നടക്കും. ആ ടൈമിൽ ഇവിടുത്തെ എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ ഒരു ടൈമെങ്കിലും ഇവിടെ വന്നാൽ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അങ്ങനെ ആ തിരക്കിൻ്റെ ഇടയിലൂടെ നമ്മൾ അടുത്ത ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അവിടെയാണെങ്കിൽ നക്ഷത്രത്തിൻ്റെ തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും കളക്ഷൻസ് ആണ് ഉണ്ടായിരുന്നത് കേട്ടോ. പല നിറത്തിലും പല ഡിസൈനിലും പല വലിപ്പത്തിലും ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ ഷോപ്പിലേക്ക് നീങ്ങുമ്പോഴും ഓരോരുത്തരായിട്ട് മിസ്സിങ് ആവുന്നുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഓരോ ഷോപ്പിലും വെറൈറ്റി കളക്ഷൻസ് ആയിരുന്നു. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് പോരാനേ തോന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഷോപ്പിൽ നിന്ന് അടുത്ത ഷോപ്പിലേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടിയാണ് നിന്നിരുന്നത് കേട്ടോ. നമ്മൾ ഫാമിലി ആയിട്ട് പോയ കാരണം അത്ര വലിയ സീൻ ഉണ്ടായിരുന്നില്ല. കാരണം ഒരാൾ മിസ്സായാലും അടുത്ത ആളെ അന്വേഷിച്ച് വരുന്നുള്ളൊരു ധൈര്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അടുത്ത ഷോപ്പിൽ ചെന്നപ്പോഴുണ്ടാ പാട്ടുപാടി ആടി കളിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്മസ് പാപ്പനെ കണ്ടുട്ടോ. ഈ ക്രിസ്മസ് പാപ്പയുടെ തന്നെ പല കളക്ഷൻസ് അവിടെ ഉണ്ട്. അതായത് ഗിഫ്റ്റായിട്ട് വരുന്നതും അതുപോലെ റെയിൻഡിയറിൻ്റെ ഒപ്പം ഉള്ളതും അങ്ങനെ ഒരുപാട്. ഓരോ ഷോപ്പിൽ ചെല്ലുമ്പോഴും അവിടുത്തെ ഓരോ ക്രിസ്മസ് ഡെക്കേഴ്സ് കാണുമ്പോഴും എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാം വാരി കൂട്ടണം എന്നുണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്കും മനോഹരമായിരുന്നു. കണ്ണെടുക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് എത്രമാത്രം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങളത് അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഈ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മെയിനായിട്ട് ബ്രോഡ്വേക്ക് വന്നത്. CK മാത്യു ആൻഡ് സൺസ്. നമ്മുടെ റീൽസിലൊക്കെ ഒരുപാട് പേര് പോസ്റ്റ് ഇട്ടേക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. യുണീക്ക് ആയിട്ടുള്ള ക്രിസ്മസ് ഡെക്കേഴ്സൊക്കെ കിട്ടണമെങ്കിൽ ഈ ഷോപ്പിൽ വരണം കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണ്, എന്നാൽ പോലും നല്ല രസമുണ്ടായിരുന്നു ഇതെല്ലാം കാണാനായിട്ട്. ഇപ്പോൾ കാണുന്ന ഐറ്റംസ് ഒന്നും ആ ഷോപ്പിലല്ല കേട്ടോ. ഇത് തൊട്ടപ്പുറത്ത് തന്നെയുള്ള ഒരു ഷോപ്പിലാണ്. നമ്മുടെ പുൽക്കൂടിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു ഷോപ്പാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പുൽക്കൂടും അതുപോലെ തന്നെ കളേഴ്സും നമുക്ക് ഇതിൻ്റെ അവൈലബിൾ ആയിട്ട് ഇവിടെ കിട്ടും കേട്ടോ. ചില ഷോപ്പുകളിലൊക്കെ നമുക്ക് പുൽക്കൂടിലേക്ക് വേണ്ട ഐറ്റംസ് സെപ്പറേറ്റ് വാങ്ങേണ്ടതായിട്ട് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഇതിങ്ങനെ സെറ്റായിട്ടും നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. മേത്തർ ബസാറിൽ നിന്ന് നമ്മളൊരു സ്റ്റാറും അതുപോലെ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ലോട്ടസിൻ്റെ ലാമ്പും ചെറിയ LED ബൾബ് പോലുള്ള ഇലുമിനേഷൻ ലൈറ്റും കൂടിയാണ് കേട്ടോ നമ്മൾ വാങ്ങിയത്. അങ്ങനെ മേത്തർ ബസാറിൽ നിന്ന് നേരെ ഇറങ്ങി നമ്മൾ പോകുന്നത് ബ്രോഡ്വേയിൽ തന്നെയുള്ള വേറൊരു ഷോപ്പിലേക്കാണ് കേട്ടോ. വീട്ടിലേക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് വാങ്ങാൻ, അതായത് പില്ലോ കവേഴ്സ്, കുഷ്യൻ്റെ കവേഴ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാൻ. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള കളേഴ്സ് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വൈറ്റ്, ഗ്രീൻ, റെഡ് അങ്ങനെയൊക്കെ. അതുമാത്രമല്ല, അതിൽ സാന്റാക്ലോസിൻ്റെ പിക്ചറും ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് അത്യാവശ്യം ആയതുകൊണ്ട് 1-2 മാത്രമേ പർച്ചേസ് ചെയ്ത് അങ്ങനെ തിരിച്ചതേ നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പോകുന്ന വഴിക്ക് എന്തായാലും ഫുഡ് മെയിൻ ആണല്ലോ. ഫുഡൊന്നും നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ നേരെ നമ്മൾ പോകുന്നത് ഈ കാണുന്ന റഹ്മാനിയിലേക്കല്ല, നമ്മൾ പോകുന്നത് കലൂരിൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ചാക്കോൾ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. ചാക്കോൾ റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ടുണ്ട്, പക്ഷെ കലൂർ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പ്ലേസിലേക്ക് ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഗൈസ് നമ്മളിതേ അവിടെ എത്താറായിട്ടുണ്ട്. ഞാനപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചെറിയ വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ അതേ നമ്മൾ ചാക്കോൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. ചാക്കോൾ ബേ എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. അൺഫോർച്ചുനേറ്റ്ലി ഓൾമോസ്റ്റ് ഇവിടെയുള്ള എല്ലാ ഫുഡ് ഐറ്റംസും നോൺ വെജിറ്റേറിയൻ ആണ്. അപ്പോൾ അമ്മ എന്ത് കഴിക്കുന്നുള്ള കൺഫ്യൂഷനാണ്. കാരണം അമ്മ വെജിറ്റേറിയൻ ആണല്ലോ. ഞാൻ മുമ്പത്തെ വീഡിയോയിലും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, അമ്മ ഒരു വെജിറ്റേറിയൻ ആണ്. സോ നമ്മൾ പൈനാപ്പിൾ ജ്യൂസും വാട്ടർ മിൽക്ക് ജ്യൂസും ഓർഡർ ചെയ്തു കേട്ടോ.
പിന്നെ ഹണി ഗ്ലേസ്ഡ് ചിക്കനാണ് പറഞ്ഞത്. മെനുവിൽ നല്ല ഗംഭീര ഫോട്ടോ വയ്ക്കായിരുന്നു, പക്ഷെ വന്നപ്പോൾ KFC പോലെയായിരുന്നു. പക്ഷേ എൻ്റെ ഡിപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ബാക്കിയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ വരാൻ അവർ പറഞ്ഞതിലും അധികം ടൈം എടുത്തു. അപ്പോൾ നമ്മൾ ഫുഡ് വേണ്ടാന്ന് വെച്ച് ക്യാൻസൽ ചെയ്ത് പോരുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ.